നമുക്കറിയാം നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻറ്റും ലാക്ടേറ്റും മൊത്തം 6-8 കുട്ടികളും പ്രീ സ്കൂൾ കുട്ടികളും അല്ലാത്തവരെയൊക്കെ തന്നെ പോഷൻ ട്രാക്കറിലേക്ക് നിലനിർത്തുന്നത് അവർക്ക് അങ്കണവാടി സേവനങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത്തരത്തിൽ മുടക്കം കൂടാതെ അല്ലെങ്കിൽ തടസ്സപ്പെടാതെ ഇത്തരത്തിലുള്ള അംഗൻവാടി സേവനങ്ങൾ കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് വിതരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെല്ലാം തന്നെ 2-വേ ഓതൻറ്റിക്കേഷനും വിധേയമാക്കേണ്ടതുണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള അറിയിപ്പാണ്. ഈ സാഹചര്യത്തിൽ ഒരുപാട് ടീച്ചേഴ്സിന് ഇപ്പോഴും 100% എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം പ്രശ്നങ്ങളിൽ നിൽക്കുന്ന ടീച്ചേഴ്സിന് ഇനി പറയുന്ന സെഷൻ മുഴുവൻ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും മുഴുവൻ ഗുണഭോക്താക്കളെയും FRSനും EKYCക്കും വിധേയമാക്കാനും കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ സ്വീകരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യം നമ്മുടെ പോഷൻ ട്രാക്കറിനകത്ത് ഒരുപാട് ഗുണഭോക്താക്കളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അതിൽ കാറ്റഗറി തിരിച്ചുകൊണ്ട് ഗുണഭോക്താക്കളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. അതിൽ പ്രഗ്നൻ്റ് പേര് എത്ര പേരുണ്ട്, ലാക്ടേറ്റിംഗ് എത്ര പേരുണ്ട്, അതേപോലെ 6-3 കുട്ടികൾ എത്ര പേരുണ്ട്, അതേപോലെ 3-6 എത്ര കുട്ടികളെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിൽ തന്നെ പ്രീ സ്കൂളിൽ വരുന്ന കുട്ടികൾ എത്ര എന്നുള്ളതൊക്കെ കൃത്യമായി ഓരോ പട്ടിക തയ്യാറാക്കുക. അത്തരത്തിൽ നമ്മൾ കൃത്യമായി മാറ്റി നിർത്തുക. ഇതിലെല്ലാം തന്നെ 2-വേ ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാത്തവർ എത്ര പേര് എന്ന് വീണ്ടും സോർട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2-വേ ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞവരെ നമ്മൾ പൂർണ്ണമായിട്ടും മാറ്റി, കാരണം ബാക്കിയുള്ളവരെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ സാഹചര്യത്തിൽ FRS പൂർത്തിയാക്കുന്നതിന് ഇനി എത്ര പേരുണ്ട് എന്നുള്ളൊരു കണക്ക് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മൾ ഈ 100-150 പേരുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഇനി ടീച്ചർ ചെയ്തതിന് ശേഷം ആകെ നമുക്ക് 50 പേരെ ഉണ്ടാവുകയുള്ളൂ. അതായത് പ്രഗ്നൻ്റ് 5 അല്ലെങ്കിൽ ലാക്ടേറ്റ് മദർ 5, 6-3 നമുക്ക് 10 പേര്, 3-6 അതേപോലെ നമുക്ക് 20 പേര്, മറ്റുള്ളവർ 10. അത്തരം രീതിയിൽ നമുക്ക് ഒന്ന് സോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വലിയൊരു കണക്കിൽ നിന്നും കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ തന്നെ നമുക്ക് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിൽ പ്രഗ്നന്റ് വുമൻ, ലാക്ടേറ്റ് മദർ, 6-3 കാറ്റഗറിയിലുള്ള ഗുണഭോക്താക്കളെ നമ്മൾ കൂടുതൽ മുൻഗണന കൊടുത്തുകൊണ്ട് FRS പൂർത്തിയാക്കാൻ ശ്രമിക്കുക. പിന്നീട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരം കാറ്റഗറിയിലുള്ള 3 വിഭാഗം ആളുകൾ നമുക്കുണ്ട് എന്നറിയാം. ഇവർക്കാണ് നമ്മൾ THR രൂപേണ നമ്മൾ SNP കൊടുക്കുന്നത്. അപ്പോൾ THR നിർബന്ധമായിട്ടും വിതരണം ചെയ്യേണ്ട ആളുകളാണ്. അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 ഓതൻറ്റിക്കേഷനും പൂർത്തിയാക്കണം. അതുകൂടാതെ തന്നെ പ്രഗ്നന്റ്, ലാക്ടേറ്റ് മദർ ഈ 2 കാറ്റഗറിയിലുള്ളവർക്ക് THR മാത്രമല്ല PMMVY ആനുകൂല്യത്തിന് രജിസ്റ്റർ ചെയ്യണമെങ്കിലും നമുക്ക് ഇത്തരത്തിൽ അവരുടെ FRS പൂർത്തിയാക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഉടനെ തന്നെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന സമയം തന്നെ ഇവരെല്ലാം തന്നെ 2-വേ ഓതൻറ്റിക്കേഷന് വിധേയമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കാറ്റഗറി സഹിതം തരംതിരിച്ചതിന് ശേഷം നമുക്കറിയാം നമ്മുടെ ടീച്ചേഴ്സിന് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഓരോ കാറ്റഗറിക്കും ഓരോ ഗ്രൂപ്പുകൾ ടീച്ചർക്കുണ്ട്. അമ്മയ്ക്കും കുഞ്ഞിനുമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, പ്രഗ്നൻറ്റിനുണ്ട്, അതേപോലെ 6-3 ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ടീച്ചർക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ ഗ്രൂപ്പുകളിലേക്ക് അവരുടെ പേരുകൾ സഹിതം നിങ്ങൾ വാട്സപ്പ് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ FRS പൂർത്തിയായിട്ടില്ല അല്ലെങ്കിൽ EKYC പൂർത്തിയായിട്ടില്ല, ഉടനെ തന്നെ അത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് അവർക്ക് നിരന്തരം അറിയിപ്പ് കൊടുത്തുകൊണ്ടേയിരിക്കുക. അതിൽ തന്നെ ടീച്ചേഴ്സിന് അറിയാം, ഓൾറെഡി ഒരു തവണ ഇതൊക്കെ ചെയ്ത് നോക്കിയതായിരിക്കും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് തടസ്സങ്ങൾ വന്നിട്ടുള്ളത്, എന്തുകൊണ്ടാണ് പെൻഡിങ് ആയിട്ടുള്ളത് എന്നുള്ളത് ടീച്ചേഴ്സിന് കൃത്യമായി ഓരോരുത്തരുടെയും പേരുകൾ സഹിതം ടീച്ചർക്ക് അറിയാം. അപ്പോൾ ഒരു പ്രഗ്നന്റിന്റെ പ്രശ്നമാണ്, FRS പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സമാണെങ്കിൽ ചിലപ്പോൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ വേറെ ലാക്ടേറ്റ് മദർ നോക്കുമ്പോൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത പ്രശ്നമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടീച്ചർ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ഗുണഭോക്താവിൻ്റെയും പേര് കൊടുത്ത് അതിന് താഴെ നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ള നിർദ്ദേശം കൊടുക്കുക. ഒരാഴ്ച സമയം കൊടുക്കുക. അതിനകം നിങ്ങൾ ആധാറുകൾ അപ്ഡേറ്റ് ചെയ്ത് വരണം എന്ന് പറയാം. അതേപോലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്ത കാര്യമാണ്, മൊബൈൽ നമ്പർ കൂടി ലിങ്ക് ചെയ്യണം. അത് ആക്റ്റീവ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ ആയിരിക്കണം. ഒപ്പം അതിലൊരു SMS പ്ലാൻ കൂടി റീചാർജ് ചെയ്ത് ഉറപ്പ് വരുത്തണം എന്നുള്ള നിർദ്ദേശം കൂടി അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യത്തെ തവണയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവർക്ക് വാട്സാപ്പ് വഴിയും കൂടെ നിങ്ങൾ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് അയച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രവർത്തനം തീരുന്നില്ല. ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തൊക്കെയായി എന്നുള്ളത് തിരക്കിക്കൊണ്ടിരിക്കണം. അപ്ഡേഷന് കൊടുത്തോ, അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെട്ടോ, അപ്ഡേറ്റ് ചെയ്ത് വന്നോ, ആധാർ ലിങ്ക് ചെയ്തോ, മൊബൈൽ നമ്പർ അതിൽ ആഡ് ആയിട്ടുണ്ടോ, SMS പ്ലാൻ ചെയ്തോ എന്നുള്ളതൊക്കെ നമ്മൾ നിരന്തരം അവരെ വിളിച്ച് അന്വേഷിക്കണം, ഫോളോ അപ്പ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഈ പെൻഡിങ്ങുള്ള ആളുകളെ കൂടെ നമുക്ക് FRSും EKYCയും
സക്സസ്ഫുള്ളി പൂർത്തിയാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ നിർദ്ദേശം കൊടുക്കുന്ന സമയം അപ്ഡേറ്റ് ആവാത്ത ആധാർ കാർഡ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറയുക. പ്രത്യേകിച്ച് 10 വർഷം പഴക്കമുള്ള ആധാർ കാർഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് അപ്ഡേറ്റ് ചെയ്യാൻ പറയണം. അതേപോലെ തന്നെ അവരുടെ അഡ്രസ്സിലോ പേരിലോ എന്തെങ്കിലും തിരുത്തലുകൾ അവർ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് തരാൻ പറയണം. ഒപ്പം തന്നെ അതിലേക്ക് ആക്റ്റീവായിട്ട് അവർ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ പറയണം. അതിൽ SMS പ്ലാൻ ഉണ്ട് എന്നുള്ളതും കൂടി ഉറപ്പാക്കാനുള്ള നിർദ്ദേശമായിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവരോട് ഷെയർ ചെയ്തതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾ നിരന്തരം അവരെ കോൺടാക്റ്റ് ചെയ്യുക, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുക. ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. FRS EKYC എന്ന് പറയുന്നത് 2-way ഓതൻറ്റിക്കേഷനാണ്. ഇത് പൂർത്തിയാക്കാത്ത ഒരു ഗുണഭോക്താവിനും അംഗനവാടി സേവനങ്ങൾ ലഭിക്കില്ല എന്നുള്ളത് തന്നെ ഉറപ്പിച്ച് പറയണം. അത്തരം തടസ്സം കൂടാതെ ഈ സേവനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ യഥാസമയം തന്നെ നമ്മൾ പറയുന്ന സമയങ്ങളിൽ തന്നെ ഇതെല്ലാം പൂർത്തിയാക്കുന്നതിനുള്ള ഒരു നിർദ്ദേശം നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം കൃത്യമായി ചെയ്ത് കഴിഞ്ഞാൽ ഒരു തടസ്സം കൂടാതെ നമുക്ക് 100% എന്നുള്ള സംഖ്യയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഇതെല്ലാം കൃത്യമായി ഒരു ചിട്ടയായ രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പെൻഡിങ് ഉള്ളതൊക്കെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. താങ്ക് യു.